സംഭവിച്ച എന്ത് ചെയ്യാൻ പറ്റും? ദേ നോക്ക്, അതിലൂടെ പോലീസുണ്ട്, നിയമമുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവർക്ക് പോലീസിന്റെ ശിക്ഷയൊന്നും മതിയാവില്ല. എനിക്ക് തന്നെ അവരെ ശിക്ഷിക്കണം. എന്റെ കൈ കൊണ്ട് തന്നെ അവരെ നശിക്കണം. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ശരി, എന്നാ നമുക്ക് പോവാം. എങ്ങോട്ടേക്ക്? നിനക്ക് ഭേദമായ ശിവക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അതാ നമുക്ക് ക്ഷേത്രത്തിൽ പോകാന്ന് പറഞ്ഞത്. നിന്റെ പേരിൽ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് നീയും വന്നാൽ നന്നായിരുന്നു. വാ പോകാം. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ രുദ്ര? നാഗകന്യകയെ അന്വേഷിക്കാൻ പോവുകയാണോ? എന്റെ ഇപ്പോഴത്തെ പ്ലാനും അത് തന്നെയാണ്. ഈ ദുർഗാപുരത്ത് ഏകദേശം എത്ര ഗ്രാമങ്ങളുണ്ട്? ഏറ്റവും കുറഞ്ഞതൊരു 10 ഗ്രാമങ്ങളെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അതിലും കുറവായിരിക്കാം. അത്രേ ഉള്ളൂ അല്ലേ? സർ പറയൂ സർ, എന്താ ചെയ്യേണ്ടത്? കുറച്ച് നാളുകൾക്ക് മുൻപ് ആ ദുർഗാപുരം ക്ഷേത്രത്തിൽ ഒരു പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ ഇപ്പോൾ അവൾ അവിടെ ഇല്ല. അവൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ പരിസരത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവും. ദുർഗാപുരത്ത് ചുറ്റിയിരിക്കുന്ന ഗ്രാമങ്ങളെന്ന് പറയുമ്പോൾ കൽക്കൊപ്പ, ബറൂരു, ജംബ, കാരക്കൊപ്പ, തെപ്പുകോട്, ഹെസിരി, ഇങ്ങനൊരു 10 ഗ്രാമങ്ങളുണ്ടാവും. അങ്ങനെ ഓരോ ഗ്രാമത്തിലും ചെന്ന് ഈ അടുത്ത കാലത്ത് അവിടെ എങ്ങാനും പുതിയൊരു പെൺകുട്ടി താമസിക്കാൻ വന്നു എന്ന് അന്വേഷിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ വേഗം എന്നെ വിളിച്ചറിയിക്കണം. എന്നാ ചെല്ല്. ശരി സർ. ഒന്ന് നിന്നേ. അവളെ കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സും ശരീരവും തുറന്നിരിക്കണം. ഒരു നിമിഷം ശ്രദ്ധ കുറഞ്ഞാൽ പോലും അത് നിങ്ങളുടെ ജീവനെ തന്നെ ബാധിക്കും. നിന്നെയൊക്കെ കൊന്നു തള്ളുവെന്ന്. അവൾ എവിടെയുണ്ടെങ്കിലും എനിക്ക് വേണം. രാവും പകലും അവൾ അന്വേഷിക്കണം. ശരി സർ. ശരി, പൊയ്ക്കോ. രുദ്ര, ആ നാഗകന്യകയെ കിട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? കിട്ടുവടാ, കിട്ടാതെ എവിടെ പോവാൻ? എന്താണെന്നറിയില്ല, നിന്റെ ശ്രമം പാഴായി പോവുമെന്ന്. തുടക്കത്തിലെ അപശകുനം പറയുന്നു. എന്റെ ശ്രമങ്ങൾ ഒരിക്കലും അങ്ങനെ വെറുതെ ആവില്ല. നാഗകന്യക എവിടെയുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. നീ ആദ്യം അത് ചെയ്യടാ. ഈ വർഷം എനിക്ക് അപകടം ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ കുടുംബ ജോത്സ്യം കൂടി പറഞ്ഞിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ഒരു വർഷം ഒന്ന് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നീ പേടിക്കണ്ടടാ, നാഗകന്യക അതിനുള്ളിൽ തന്നെ തീരും. ഒരുപക്ഷെ ആ നാഗകന്യക നമ്മൾ അന്വേഷിച്ച് വന്നാലോ? വീണ്ടും വീണ്ടും അങ്ങനെ പറയാതിരിക്കുക. പേടിച്ചിട്ടാ രുദ്ര. പാവം, ആ നാഗമാണിക്യത്തിന് വേണ്ടി നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു. എന്നിട്ടത് നിനക്കൊട്ട് കിട്ടിയതുമില്ല. അതിനു പകരം ആ നാഗകന്യകയുടെ ശാപം നിനക്കും കിട്ടി, പിന്നെ ഞങ്ങൾക്കും കിട്ടി. ഓരോ ദിവസവും നമ്മുടെ മരണം എന്താണെന്നോർത്ത് വളരെ ഭയത്തോടെ ജീവിക്കുന്ന രുദ്ര. നീ ഭയപ്പെടണ്ട. നാഗകന്യക എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം ആ നാഗകന്യകയെ വധിച്ച് നാഗമാണിക്യം ഉറപ്പായും ഞാൻ എന്റെ കയ്യിൽ സ്വന്തമാക്കിയിരിക്കും. എന്താ മോനെ, നിനക്ക് ഒട്ടും വിവരമില്ലേ? തീരെ ആത്മാഭിമാനം ഇല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് പണമെന്ന് കരുതി
അവൾക്ക് എന്നോട് സ്നേഹം തോന്നണം. ചോദിക്കാതെ എനിക്ക് ഓരോന്നും തരുന്നില്ലേ? എന്ന് ഇപ്പം ഞാൻ ചോദിക്കുക, ഈ പൂമുട്ടിനെ എൻ്റെ വീട്ടിനുള്ളിൽ, എൻ്റെ മനസ്സിനുള്ളിൽ വിരിയിക്കണേ. ഇവളെ കണ്ട അന്ന് തന്നെ എൻ്റെ ഭാര്യയാക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ ഇവളാണെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി, പാമ്പ് ചീറ്റുന്ന പോലെ ചീറ്റുന്നേ. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ സ്നേഹം എങ്ങനെ സക്സസ് ആവുക? പ്ലീസ് മഹാദേവ, എങ്ങനെയെങ്കിലും എൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് ഇവളെ എൻ്റെ സ്വന്തമാക്കി തരണേ പ്ലീസ്. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നവരോട് പ്രതികാരം ചെയ്യാനാണ്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് ഇവൻ എൻ്റെ പുറകെ നടക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് എന്നെ ഭാര്യ എന്നും വിളിക്കുകയാണ്. ദയവ് ചെയ്ത് ഇയാളെ എന്നിൽ നിന്ന് അകറ്റി തരണേ. എനിക്ക് സ്നേഹം, പ്രണയം ഇതിനേക്കാൾ ഉപരി പ്രതികാരമാണ് വലുത്. ഞാൻ അങ്ങയെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തി തരേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് മനുഷ്യബന്ധങ്ങൾ വേണ്ട, മനുഷ്യരുടെ സഹവാസവും വേണ്ട. എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങ് എന്നെ രക്ഷിക്കുകയും വേണം. കാലഭൈരവ, എന്തിനെന്നെ കൈവിട്ടു? ആ നാഗകന്യകയുടെ മുന്നിൽ ഞാൻ തോൽക്കുന്നത് പോലെ എന്തിനെത് ചെയ്തു? ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? ഞാൻ ഇനി എങ്ങനെയാണ് അങ്ങയെ സേവിക്കേണ്ടത്? ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ആ നാഗകന്യകയെ വധിക്കാനുള്ള ശക്തി എനിക്ക് തന്നാലും അതിനുവേണ്ടി 24 മണിക്കൂറുകളോളം അങ്ങയുടെ അനുഗ്രഹത്തിനായി പഞ്ചാഗ്നി ധ്യാനം ചെയ്യാൻ പോവുകയാണ് ഞാൻ. എന്റെ ഈ ഭക്തിക്ക് അങ്ങായിരിക്കും സാക്ഷി. അങ്ങയുടെ ഭക്തനായ ഈ ഭൈരവന്റെ ലക്ഷ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി തരണം. അതുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ഈ വേനൽക്കാലത്തും അഗ്നികുണ്ഡത്തിന്റെ നടുവിലിരുന്നും പഞ്ചാഗ്നി ധ്യാനം ചെയ്യാൻ പോവുകയാണ്. അങ്ങ് എനിക്ക് വിശിഷ്ട ശക്തി തരുന്നത് വരെ ഞാൻ എന്റെ ഈ ധ്യാനം മുടക്കില്ല, പിന്മാറില്ല. സ്വാമി, എന്താണിത്? അങ്ങ് എന്താണ് ചെയ്യുന്നത്? അങ്ങ് എന്തിനാണ് ഈ അഗ്നിവലയത്തിനുള്ളിൽ ധ്യാനിച്ചിരിക്കുന്നത്? ധ്യാനം, ഞാൻ ധ്യാനം ചെയ്യുകയാണ് രുദ്ര. പഞ്ചാഗ്നി ധ്യാനമാണ് ചെയ്യുന്നത്. എന്തിനാ സ്വാമി? അത് ഈ ചൂട് സമയത്ത് തീക്കുണ്ടത്തിന് നടുവിലിരുന്ന്? അതേ രുദ്ര, ഈ ധ്യാനത്തിന് മനസ്സ് മാത്രമല്ല ശരീരത്തെയും ത്യജിക്കണം. അതാണ് ഞാൻ എന്താന്ന് ചോദിച്ചത്. എന്തിനെന്നാണോ നീ ചോദിക്കുന്നത് രുദ്ര? ഇതാദ്യമായിട്ടാണ് ഞാൻ എന്റെ ശ്രമത്തിൽ പൂർണ്ണ പരാജിതനാകുന്നത്. എന്റെ ശക്തി പരാജയപ്പെട്ടിരിക്കുന്നു. എന്റെ മായാവലയം ഭേദിച്ച ആ നാഗകന്യക ഇപ്പോഴും മരിക്കാതെ ജീവനോടെ ഇരിക്കുന്നു. അവളെ ഇപ്പോൾ പൂർണ്ണമായും എനിക്കെന്റെ അടിമയാക്കി മാറ്റണം. അതിന് ഞാൻ ഇനിയും തയ്യാറാകേണ്ടതുണ്ട്. അവളെ സംരക്ഷിക്കുന്ന ശക്തി ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ശക്തിയുള്ളവനാകണം. അത് നേടുന്നതിന് ആ കാലഭൈരവന്റെ അനുഗ്രഹം ഇനിയും വേണം എനിക്ക്.
അത് സംഭവിച്ചാൽ മാത്രമേ ആ നാഗകന്യകയെ എനിക്ക് എതിർത്ത് തോൽപ്പിക്കാനാകൂ. അവളെ സംരക്ഷിക്കുന്ന ശക്തി ഏതാണോ അതിനെ എനിക്ക് ഇല്ലാതാക്കാനാകും. അതിനാണ് ഈ പഞ്ചാഗ്നി ധ്യാനം രുദ്ര. ആയിക്കോട്ടെ സ്വാമി, അങ്ങ് ഈ പഞ്ചാഗ്നി തപസ് ചെയ്ത് ഇനിയും ശക്തി സംഭരിച്ചോളൂ. അതിനുള്ളിൽ ആ നാഗകന്യക എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാം. അവളെ കണ്ടെത്താനായി ഞാൻ എന്റെ ആളുകളെ ദുർഗാപുരം ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞ് അയച്ചിട്ടുണ്ട് സ്വാമി. ഇത്തവണ നാഗകന്യക നമുക്ക് കിട്ടിയേ മതിയാവും. ഇനി ഒരു തവണ കൂടി അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഏയ് നാഗകന്യകേ, എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വാ. ഭൈരവസ്വാമിയുടെ അരുമശിഷ്യൻ നിന്റെ മരണത്തിനായി കാത്തിരിക്കുന്നു. വാ, പുറത്തേക്ക് വാ. ജഗജ്ജാലപാലം ഖജകണ്ഠമാലം ശരചന്ദ്രബാലം മഹാദൈത്യം അനന്യ, നഭോ നീലകായം ദുരാവാരമായം സുപദ്മാസഹായം ഭജേ. അനന്യ, നീ ഇവിടെ നിന്ന് പ്രസാദം വാങ്ങിയതിനു ശേഷം പ്രദക്ഷിണം വെച്ചിട്ട് വാ. ഇവിടെ ഒരു ജോത്സ്യരുണ്ട്. ഒരു 5 മിനിറ്റ്, ഞങ്ങളിതാ വരുന്നു. ജഗത്സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രശസ്ത്രം ലസത്പീതവസ്ത്രം ഹസച്ചാരുവക്രം ഭജേഹം ഭജേഹം. ഇതാ മോനെ. തിരുമേനി, എന്നെ അനുഗ്രഹിച്ചാലും. എന്നെ അനുഗ്രഹിക്കണം. ദീർഘായുസായിരിക്കട്ടെ. എത്രയും വേഗം സന്താന സൗഭാഗ്യവും ഉണ്ടാവട്ടെ. താൻ കേട്ടില്ലേ? നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവെന്ന് വിചാരിച്ച തിരുമേനി സന്താന ഭാഗ്യം ഉണ്ടാകാനായിട്ട് അനുഗ്രഹിച്ചത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഡസൻ കണക്കിന് കുട്ടികൾ ഉണ്ടാവണം. എന്തിനാണെന്നറിയോ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാൻ വേണ്ടിയാ. നല്ല രസമായിരിക്കും.